സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് പുളിമാട് പാലത്തിൻ്റെ അടിയിലാണ്. അതായത് പുളിമാട് ഇരുവഴിഞ്ഞി അതുപോലെ തന്നെ ചാലിയാർ സംഗമിക്കുന്ന പുളിമാട് പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ. പകുതി പണിയെ പൂർത്തിയായിട്ടുള്ളെങ്കിൽ പോലും എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മളെ പരിസ്ഥിതി സൗഹൃദമൊക്കെ നിലനിർത്തിക്കൊണ്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇനിയും നമുക്കിത് നല്ല രീതിയിലേക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ബോട്ട് സർവീസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എല്ലാവർക്കും ഉപകാരമാകുന്ന രീതിയിൽ നല്ല ഒരു പുളിമാടിൻ്റെ ഒരു ഐക്കണായി മാറുന്ന രീതിയിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കുന്നമംഗല MLA PTA റഹീം സാഹിബിൻ്റെ ഒരു 75 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇതിവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള വർക്ക് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇരിപ്പിടമൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമുക്കുള്ള എന്താ വെച്ചാലുള്ളൊരു ശുഭപ്രതീക്ഷ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഇവിടെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെയാണ് ഈ ആളുകൾ ഉള്ളത്. പുളിമാട് ഇപ്പോൾ ഒരു വികസനത്തിന്റെ പാതയിൽ തന്നെ പറയാം. ഒരു വയോജന പാർക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള സ്ഥലം. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇവിടെ നിറയെ ആളുകളായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ആളുകൾ ഇത്രയധികം എത്താൻ കാരണം ഇതിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഈ ഒരു മനോഹരത, ഈ പ്രകൃതി ഭൂപ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യം വളരെ അതിമനോഹരമാണ്. ഒന്ന് ചാലിയാറും ഇരുവഴിഞ്ഞും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭൂപ്രകൃതി വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതേപോലെ മലപ്പുറം ഭാഗത്തു നിന്നും പിന്നെ കോഴിക്കോടിൻ്റെയും ഒരു സംഗമ സ്ഥലം കൂടിയാണ് ഇത്. 3 പാലങ്ങൾ അത് ഇതിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ കൊടിയത്തൂർ ഭാഗത്തു നിന്നും ചാത്തമംഗല ഭാഗത്തു നിന്നും ഈ മപ്പുറം ഭാഗത്തു നിന്നും ആളുകൾ, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ആളുകൾ ഇഷ്ടംപോലെ വരാൻ സാധ്യതകളിൽ അവരിഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ അവർക്ക് ഇവിടെ ചായ, മറ്റ് സൗകര്യങ്ങൾ, ഷോപ്പുകൾ ഇഷ്ടംപോലെ നിരവധിയുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടും കൂടെയാണ് ഈ ഒരു പുളിമാട്.